ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യുദ്ധഭൂമിയിൽ ഒരു അവശനായ ഭടനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അതാരാണെന്നല്ലേ കാണിച്ചു തരാം. ഒരു അടൂരാൻസ് ചാനലിൻ്റെ പേരാണ് അടൂരാൻസ്. സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ഒരു അടിപൊളി ബ്ലോഗറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന, അതായത് മീഡിയ പ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരവ്. അപ്പോൾ എന്തായാലും അങ്ങേര് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് അതിന് മറുപടി കൊടുത്തു പോകും. അതല്ലേ അതിൻ്റെ ഒരു ശരി. കേൾക്കാം. നമസ്കാരം. രേണുസുതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തന്നത് എന്ന് പറയുന്നത് സാഹിർ ചാലിൽ സ്നേഹം സോഷ്യൽ മീഡിയ ആസാദ് സിറ്റി കണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിയമവിരുദ്ധമായ കാര്യത്തെപ്പറ്റി അന്വേഷിക്കുന്നതാണ് വേണ്ടിയും രേണുസുതിക്ക് പറയപ്പെടുന്ന അസുഖമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്ത പരാതിയും ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരാതി സഹിതമാണ് ഞാൻ വീഡിയോ ചെയ്തത്. ആ വീഡിയോ എന്നിട്ട് ആ പരാതിയിൽ എന്തുണ്ടോ ഉണ്ടാക്കി മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ട് എന്ത് കിട്ടിയാലും റിസൾട്ട് എന്താണ് കിട്ടിയത്? റിട്ടേൺ കംപ്ലൈന്റ് വന്നില്ലേ? അതെന്താണ് താൻ വീഡിയോ ഇടാത്തത്? അതെന്താ വീഡിയോ ഇടാത്തത്? പറ. കുറെ അധികം ആൾക്കാർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, തെളിവുകളുടെ അഭാവത്തിൽ വ്യക്തമായ വിവരങ്ങളില്ലാതെ ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കാര്യവും ആധികാരികമായി പറയാറില്ല. കറക്റ്റ് ആണല്ലോ പറഞ്ഞത്. അതിന് മാറ്റമില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് പോകെ മനസ്സിലാക്കി തരാം. ഓക്കെ. അത് അനാഥാലയങ്ങളെ പറ്റിയാണെങ്കിലും ഈവൻ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയാണെങ്കിലും ആരെ പറ്റിയാണെങ്കിലും വിശേഷിച്ച് ഇങ്ങനെയുള്ള ഇഷ്യൂ ഉള്ളപ്പോൾ കൃത്യമായി കാര്യങ്ങളെ പഠിച്ചിട്ടാണ് ചെയ്തത്. കൃത്യമായ മറുപടി പരാതി അദ്ദേഹം കൊടുത്തിരുന്നു. അതിനെ പുറത്ത് അന്വേഷണം ആരംഭിച്ചുകൊണ്ടാണ് ചെയ്തത്. കാരണം ഇങ്ങനെ പറയാൻ കാരണം ചില ഭീഷണികൾ കഴിഞ്ഞ കുറെ മണിക്കൂറുകളിൽ എനിക്ക് നേരിട്ട് കിട്ടി. അതിനൊന്നും ഞാൻ വകവെക്കുന്നില്ല. സത്യത്തിന്റെ നേരെ മുഖം തിരിക്കാതെ നിൽക്കണമെന്നും സത്യം ജനങ്ങൾ അറിയണം എന്നും ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. ആണോ? താങ്കൾ ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തനിക്ക് ബോധ്യമുണ്ടോ? താൻ ആർക്ക് വേണ്ടിയിട്ടാണ് വായിട്ടടിക്കുന്നത്? ആരുടെ പാവാട വള്ളി തൂങ്ങിയാണ് ഇതൊക്കെ സംസാരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം കേട്ടോ. അപ്പോൾ നേരിട്ട് സത്യം അറിയാവുന്ന ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കരുത്. സത്യത്തിന് വേണ്ടി അങ്ങ് വാദിക്കുന്ന ആളാണെന്ന് പണയരുതേ. അത് പ്രവൃത്തിയൊന്നും വാക്കൊന്നും അത് വേണ്ട. രണ്ടും ഒന്നിലുറച്ചു നിൽക്കും. സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ആരെങ്കിലും ഒക്കെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ മൊത്തം കള്ളന്മാരുടെയും അതുവഴി പണം സമ്പാദിക്കുന്നവരുടെ ഇടമായി മാറും എന്നുള്ളതാണ് സാഹിർ മുമ്പോട്ട് വെക്കുന്ന ആശയം. അതുകൊണ്ടാണ് സാഹിർ എന്ന് പറയുന്ന അദ്ദേഹം തന്റെ തുച്ഛമായ വരുമാന മാർഗത്തിൽ ജീവിച്ചു പോകുന്ന ഇത്തരം രോഗികൾ ഉൾപ്പെടെയുള്ളവരെ സഹായിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളെ മുഖവിലേക്കെടുത്തുകൊണ്ട് അദ്ദേഹവുമായി നടത്തിയ അരമണിക്കൂറോളം നടത്തിയ സംഭാഷണം മീൻസ് ചോദ്യോത്തരങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്തത്. അത് സീമാജി നായരെ പോലുള്ള വളരെ സത്യസന്ധമായി സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ഒരു കലാകാരിയാണ് അവർ. അങ്ങനെയുള്ള വ്യക്തിയെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ പേരും പറഞ്ഞുകൊണ്ട് അവർ പോലും എന്നെ വന്ന് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മറ്റൊരു രോഗിക്ക് ആക്സസ് ഇല്ലാത്ത കാര്യം ചെയ്തു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അത് ആണെന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള അത് ബുദ്ധിപരമായി അതിനെ മനുഷ്യന്റെ ബൗദ്ധിക തലത്തെ ചോദ്യം ചെയ്യുകയാണ് രേണുസുതിയെ പോലുള്ളവർ. അല്ല, താൻ ഈ പറയുന്ന കണക്ക് ഈ സീമാൻജി നായരെ പോലും പറ്റിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. എന്താണ് പറ്റിച്ചത്? സീമാൻജി നായർ ഹോസ്പിറ്റലിൽ ചെന്നു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഐസിയുനകത്ത് കയറിയിട്ടില്ല എന്നുള്ളത് അതും സത്യമുള്ള കാര്യമാണ്. രേണുസുതിയെ നേരിട്ട് കണ്ട് ഐസിയുനകത്ത് കയറാൻ പറ്റിയില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ആ സീമാൻജി നായർ അവിടെ വരികയും വന്നു എന്നുള്ളതിന്റെ ആ ഒരു സന്തോഷം കൊണ്ടും നേരിട്ട് കാണാൻ പറ്റാത്തതിന്റെ ഒരു ഇതിലുമാണ് അങ്ങനെ ഒരു പോസ്റ്റ് തയ്യാറാക്കിയത്. താനൊക്കെ ഏത് യുഗത്തിലാണോ ജീവിക്കുന്നത്? ഈ ലോകത്തിൽ രേണുസുതി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെ ആർക്കാണ് തെറ്റുപറ്റുന്നത് എന്ന് ചോദിച്ചാൽ പൊതുസമൂഹത്തിനാണെന്ന് ഒരുപക്ഷെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഇവരെയൊക്കെ നമുക്ക് രോഗികളെയൊക്കെ നമുക്ക് അതെ, പൊതുസമൂഹത്തിന് തന്നെയാണ് തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നത്, മണ്ടത്തരം പറ്റിക്കൊണ്ടിരിക്കുന്നത്, വിഡ്ഢിത്തരം പറ്റിക്കൊണ്ടിരിക്കുന്നത്. രേണുസുതി എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ കണ്ടന്റ് ആണ്, റീച്ചാണ്. അതുകൊണ്ട് എന്ത് തോന്നിയാസം സോഷ്യൽ മീഡിയയിൽ പറയുന്ന താനൊക്കെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. ഇതിന്റെ സത്യവും അസത്യവും തിരിച്ചറിയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നമുക്ക് ജന്മം തന്ന സൃഷ്ടാവെന്ന് പറയുന്ന ഒരാള്. അതിന്റെ ഒന്ന് കഴിച്ചെന്ന് പെടുന്നതിന് മുന്നേ നീയൊക്കെ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കണം, രേണുസുതിക്ക് എത്ര യൂട്യൂബ് ചാനലിൽ വരുമാനം ലഭിക്കുന്നുണ്ട്. അവര് ഗൾഫിൽ പോയിട്ട് വരുന്നുണ്ട്, ആ രീതിയിൽ അവർക്ക് വരുമാനമുണ്ട്. പിന്നെ മറ്റ് ഒരു യൂട്യൂബേഴ്സും മാന്യമായ രീതിയിൽ യൂട്യൂബിലൂടെ വരുമാനം വേണമെന്നും യൂട്യൂബിലൂടെ സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിക്കണമെന്നും കുടുംബപരമായി ജീവിക്കുന്ന ഒരു സ്ത്രീ യൂട്യൂബുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു സ്ത്രീകളും ചെയ്യാത്ത പോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ചാനലും അവർ നടത്തുന്നു. ഏറ്റവും അവസാനം
അതെ, ഈ സബ്സ്ക്രിപ്ഷൻ ചാനൽ രേണുസുതി മാത്രം നടത്തുന്ന നിന്റെയൊക്കെ കണ്ണി പെടുന്നുള്ളൂ. വേറെ ആര് നടത്തുന്ന തന്റെ ഒന്നും കണ്ണി പെടുന്നില്ലേ? വല്ല കുടുംബമഹമുള്ളവരോ ഒന്നും ഒരുത്തികളും ചെയ്യുന്നില്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് തുണി ഇട്ടിട്ട് ആരുടെയും തന്റെ ഒന്നും കണ്ണി കാണുന്നില്ല. അതിനൊക്കെ വന്നിരുന്നു വലിയതായിട്ട് പ്രസംഗിക്കാത്ത എന്ത് പണി കിട്ടുവോ? അനുസരിച്ച് അവരുടെ ഇളയ മകന്റെ പേരിലും ഒരു ചാനൽ ഫോം ചെയ്തിട്ടുണ്ടാകും മനസ്സിലാക്കണം. അത് കൈകാര്യം അതിന് തനിക്കെന്താ വേണം? അവർക്ക് ഇഷ്ടമാണെന്ന് അവർ ചെയ്യും. തന്റെ വീട്ടിൽ വന്നോ എന്തെങ്കിലും തന്റെ അടുത്ത് തെണ്ടാൻ വന്നാ അല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ടെന്നല്ല അവളെ വിളിച്ചു പറിച്ച് മേടിച്ച ഒന്നുമില്ലല്ലോ. മറ്റൊരാളാണെന്നാ പറയുന്നത്. ഇവരെ പറ്റിയുള്ള കംപ്ലീറ്റ് വിവരങ്ങളും ശേഖരിച്ചു വെച്ചതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോയായിട്ട് മുമ്പോട്ട് പോയത്. പക്ഷെ അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം കേട്ടോ. ഈ ലോകത്തുള്ള ആർക്കും രേണുസുതിയുടെ കുടുംബകാര്യം, രേണുസുതി എന്താണ്, രേണുസുതി ഏതാണെന്ന് അറിയത്തില്ല കേട്ടോ. ഈ മഹാൻ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. അത് സമ്മതിച്ചു. പറയാനുള്ളൊരു കാര്യം, നൂറുകണക്കിന് രോഗികൾ ഇതേ രോഗം പിടിപെട്ട് വിഷമിച്ചുകൊണ്ട് അതായത് ഹോസ്പിറ്റലിലെ വരാന്തയിൽ ഇരിക്കുകയാണ്. ഈ രോഗികൾ ഇരിക്കുന്നിടത്ത് ഹൈജീനിക് ആയിരിക്കണം. അവിടെ മറ്റൊരാൾ കയറാൻ പാടില്ല. അവിടുത്തെ ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, ഇവരുടെയൊക്കെ പണി പോകുന്ന പണിയാണ് ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത് ഓർക്കണം. കോട്ടയം മെഡിക്കൽ കോളേജിന് ഇതിനെതിരെ അവളെന്തോ അവിടെ ചെന്ന് മലമൂത്ര വിസർജനം ചെയ്തോ? മനുഷ്യാവകാശ കമ്മീഷൻ പോലീസൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കുന്നത്, മനുഷ്യാവകാശ കമ്മീഷൻ പോലീസുണ്ട്, SP തൊട്ട് താഴോട്ടുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവര് പോയി അന്വേഷിക്കും. അന്വേഷിച്ചു, അതിന്റെ റിസൾട്ട് കിട്ടിയില്ല. അതെന്തോ നിങ്ങൾ വീഡിയോ ഇടാത്തത്? അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നോ ഇല്ലെന്നോ എന്താണ് കിട്ടിയത്? അതെന്തിടാത്തെ? ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ഇരുന്ന് കൊളകൊളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കേസ് കൊടുത്ത് കേസിന് പോയി അന്വേഷിച്ച് അതിന്റെ റിസൾട്ട് വന്നല്ലോ. അത് താൻ ഇടാത്ത എന്ത്? അവരുടെ ഈ കയ്യിലായിരുന്ന ലൈൻമാർക്ക് ഈ കയ്യിൽ കിടക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടതാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഏറ്റവും വലിയ വിവരക്കേട് പറയുന്ന മനുഷ്യനെ ഞാൻ അറിയാൻ പറ്റുണ്ടോ? താൻ ഏത് പത്രത്തിൽ എന്ത് സോഷ്യൽ മീഡിയയിലാണ് താൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇടത്തെ കയ്യിലുള്ളത് വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും വരുന്നതിന്റെ റീസൺ അറിയത്തില്ലേ? ഇതുപോലും അറിയാതാണ് വന്നിരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉള്ളത് അറിയാമോ? ഞാൻ വളരെ വിശദമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരൊറ്റ കണ്ടന്റ് മാത്രം എടുത്തിട്ട്. കാരണം ഇതിന് മുമ്പേ വന്നു കഴിഞ്ഞതാണ്. ഈ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ പിക്ലൈൻ വലത്തെ കയ്യിൽ, ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ഇടത്തെ കയ്യിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. മനസ്സിലായ? രേണുസുതിക്ക് യഥാർത്ഥത്തിൽ പിക്ലൈൻ ഇട്ടിരിക്കുന്നത് വലത്തെ കയ്യിലാണ്. ഇതേത് കൈയാണ്? ഈ കയ്യിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതാണ് വലത്തെ കൈ. ഇത് ഫ്രണ്ട് ക്യാമറയാണ് കേട്ടോ. ഇനി ബാക്ക് ക്യാമറയാണെന്ന് കാണിച്ചു തരട്ടെ സഹാവേ. കണ്ടോ? ഇത് ബാക്ക് ക്യാമറയാണ്. ഞാൻ നേരത്തെ ഇത് ഇട്ടത് എൻ്റെ വലത്തെ കയ്യിലാണ്. ഇപ്പോഴും കിടക്കുന്നത് വലത്തെ കയ്യിൽ തന്നെയാണ്. നേരത്തെ ഞാൻ കാണിച്ചു തന്നത് ഫ്രണ്ട് ക്യാമറയാണ്. ഇപ്പൊ ഇത് ബാക്ക് ക്യാമറയാണ്. ഇത് കണ്ടിട്ട് താങ്കൾക്ക് എന്തെങ്കിലും മനസ്സിലായോ സഹാവേ? മനസ്സിലായോ? കണ്ടല്ലോ, ഇതുപോലെ മനസ്സിലാവാതെയാണ് വന്നിരുന്നോണ്ട് ന്യായം അടിക്കുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരാൾ സത്യം പറഞ്ഞ നിയമത്തിന് മുന്നിൽ നിങ്ങളെയൊക്കെ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു. സമാധാനമായിട്ടിരിക്കുക. കേസും അതിന്റെ വാഴി കൂട്ടങ്ങളൊക്കെ ഓരോരുത്തർക്കായിട്ട് കൊടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രമാത്രം അവഹേളിക്കുന്നത്, ഇത്രമാത്രം ഒരു പേഷ്യന്റിനെ നീയൊക്കെ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ അവഹേളിക്കുന്നതിന് നിനക്കുള്ള പണികൾ 8ന്റെ പണികൾ തന്നെ ഉടനെ കിട്ടിക്കൊണ്ടിരിക്കും. പിക്ലൈൻ എന്താ ഹോസ്പിറ്റലിൽ വരെ കളിയാക്കി, ഹോസ്പിറ്റൽ വരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് പറയുന്നത്. ഏതെങ്കിലും രോഗി ചുമ്മാ ചെല്ലുമ്പോഴത്തേക്ക് ICUവിനകത്ത് കയറി കിടത്തുകയും അവർക്ക് പിക്ലൈൻ കാണിക്കാൻ വേണ്ടി അത് ഡെമോ ഇട്ട് കൈ കൊടുത്ത് വിടുകയും ചെയ്യുമോ? അപ്പം എന്തുമാത്രം ഇതായിട്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യുന്നത്? സത്യസന്ധമായ കാര്യങ്ങൾ വളച്ചൊടിച്ച് ഏത് നികൃഷ്ടമായ രീതിയിലാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് നിയമത്തിനെതിരെ സത്യസന്ധമായിട്ട് പറയാണ്, നിങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്ക് 1, 2, 3 പേർക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ അടുത്തവർക്ക് വരും. ഒരു അത്യധികം സീരിയസ് അസുഖമുള്ള ഒരു പേഷ്യന്റിനെയാണ് നീയൊക്കെ കിടന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രയിട്ട് വലിച്ചു കീറി തിന്നുകൊണ്ടിരിക്കുന്നത്. അവൾ ആരോഗ്യമായിട്ടിരുന്ന സമയത്തൊക്കെ എന്തെല്ലാം പൊക്കത്തിരങ്ങൾ കാണി ഇഷ്ടംപോലെ ഉണ്ടാക്കിയില്ലേ? ഈ ഒരു അസുഖം വരുന്ന സമയത്തെങ്കിലും ഒന്ന് വിട്ടുവെച്ചുകൂടെ? തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം, എല്ലാം കള്ളത്തരം എന്തൊക്കെയാണ് താങ്കളൊക്കെ ഈ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്നത്? വിശേഷിച്ച് ഇങ്ങനെ ഒരു അസുഖം ആരംഭദശയിൽ തന്നെ മനുഷ്യൻ മാനസികമായി വളരെയേറെ ബുദ്ധിമുട്ടും. കീമോതെറാപ്പിക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ആരോഗ്യസ്ഥിതി ആ ബോഡിക്ക് വേണം. അതേ മാനസികാവസ്ഥ അവർക്കുണ്ടാകണം. അതിനുള്ള ബോഡി വെയിറ്റ് അവർക്കുണ്ടോ? ഇതൊക്കെ മെഡിക്കൽ രംഗത്തുള്ള പലരുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളായിരിക്കാം. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ആ ഒരു അസുഖത്തിന്റെ കീമോ താങ്ങാനുള്ള കെൽപ്പ് അവർക്ക് ഇല്ലായിരിക്കും. അതുകൊണ്ട് നമുക്ക് എനർജി കുറവാണ്, ആരോഗ്യം കുറവായതുകൊണ്ട് ഈ അസുഖം വന്നൂടാന്നൊന്നുണ്ടോ? ഉണ്ടോ? അവക്ക് വെയിറ്റ് കുറവാണ്, സത്യമാണ്. ആരോഗ്യം കുറവാണ്, പിന്നെ ഹെൽത്ത് വളരെ വീക്കാണ്, ഒക്കെ സത്യമാണ്. അതിനിപ്പോ എന്ത്? അങ്ങനെയുള്ളവർക്ക് ഒരു അസുഖം വന്നുപോയി, എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയൊക്കെ വരുമാനമുള്ള ഒരാളിനെ വീണ്ടും അവർ സമൂഹത്തോട് ചോദിക്കുന്ന പണമാണ്. തന്നോട് വന്ന്
ചോദിച്ചോടോ? തന്റെ കുടുംബത്തിരിക്കുന്ന സ്വത്തോ അല്ലെങ്കിൽ തന്നോടോ വന്ന് അവൾ കാശ് ചോദിച്ചോ? ഈ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും അവൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് പണപ്പിരിവ് നടത്തുന്നു പറഞ്ഞ് ഏതെങ്കിലും ഒരാളെ കൊണ്ട് തനിക്ക് പറയിപ്പിക്കാൻ പറ്റുമോ? അവൾ വീഡിയോ ഇട്ടത് എന്ത് മാത്രമാണ്? ഇത് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ, എന്റെ പേർക്ക് പണം പിരിക്കാൻ ഞാൻ ആരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ല, ദയവ് ചെയ്ത് എന്റെ പേർക്ക് ഒരു പണപ്പിരിവ് ആരും നൽകരുത് എന്ന് മാത്രമാണ് പറഞ്ഞത്. താൻ സത്യസന്ധമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്ത് സത്യസന്ധമാണോ തന്റെ ഈ ചാനലിലൂടെ താൻ വന്നിരുന്ന് പറയുന്നത്? തന്റെ വീട്ടിൽ വന്നോട് ചോദിച്ചാൽ അല്ലെങ്കിൽ വേറെ ആരെടുത്തെങ്കിലും പൈസ വെച്ചിട്ട് തനിക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? സോഷ്യൽ മീഡിയയിൽ അവളൊന്ന് പൈസ വെച്ചിട്ട് ട്രീറ്റ്മെന്റിന് ആവശ്യത്തിനായിട്ട് കോളേജിൽ അത്യാവശ്യം വേണ്ട ചെറിയ മരുന്നുകൾക്കപ്പുറം ക്യാൻസറിന് ട്രീറ്റ്മെന്റിന് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വലിയ ചെലവൊന്നും വഹിക്കുന്നില്ല. പിന്നെ ഇല്ല. അപ്പൊ ഈ 2 ലക്ഷം രൂപ 2 ലക്ഷത്തി സംതിങ് രൂപയുടെ മെഡിസിൻ 3 ആഴ്ച കൂടെ വേണം താൻ മേടിച്ചോണ്ട് കൊടുക്കുന്നത്. ഈ പറഞ്ഞത് തുച്ഛമായി കിട്ടുമെങ്കിൽ മേടിച്ചോണ്ട് കൊടുക്കണോ? ആ ഒരു കറക്റ്റ് സാധനം, ആ കറക്റ്റ് മെഡിസിൻ ഇത് വളരെ കുറച്ച് വെറുതെ വഴി കിടന്ന് കിട്ടുമെന്നല്ലേ നിന്റെ ആരുടെയും പറച്ചില്? ഒരെണ്ണം മേടിച്ചോണ്ട് കൊടുത്തിട്ട് പറ. ആ വേദനയിൽ ഞാൻ വീട്ടിൽ അതുകൊണ്ടാണ് സാഹിബ് നാളെ ഹ്യൂമൻ റൈറ്റ്സിലേക്ക് പോയ ആ പരാതിയെ പറ്റി മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ തപ്പിപ്പിടിച്ചെടുത്ത് അദ്ദേഹത്തോട് സംസാരിച്ചതും നിജസ്ഥിതി മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. പറയൂ, താങ്കൾ എന്ത് നിജസ്ഥിതിയാണ് മനസ്സിലാക്കിയതെന്ന് പറയൂ. അവൾക്ക് അസുഖമില്ല, അത് ഫേക്കാണ്, ചുമ്മാ കിടന്ന് ഡ്രാമ കാണിക്കുന്നതാണോ പറയുന്നത്? താങ്കൾ പറയൂ, അതെന്താ പറയാത്തെ? സത്യം പൊതുസമൂഹം അറിയണം എന്നാണ് ഓരോ പൊതുപ്രവർത്തനം ആഗ്രഹിക്കുന്നത്. നമുക്ക് സഹായിക്കാൻ സത്യം അറിയണം, സത്യമാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സത്യങ്ങളെല്ലാം അസത്യമാക്കിയിട്ട് മാറ്റി അത് വേറെ രീതിയിൽ തലത്തിലോട്ട് കൊണ്ടുപോകുന്നത് തന്നെ പോലുള്ള കുറെ ഊള ബ്ലോഗർമാരാണ്. അസുഖം ആർക്കുണ്ടാകാം, എപ്പോൾ സംഭവിക്കാം, ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. അസുഖം ബാധിച്ച് ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുള്ളപ്പോഴാണ് ഇത്തരം ആൾക്കാർക്ക് സ്വന്തം അസുഖം പോലും വെച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നത് നമുക്ക് തോന്നുന്നത്. നനച്ചോണം. ഞാൻ വീണ്ടും താങ്കളോട് ചോദിക്കുകയാണ്, ഈ അസുഖം മുന്നിൽ നിർത്തിക്കൊണ്ട് ആരുടെത്താണ് പണപ്പിരിവ് നടത്തിയത്? ഏത് ചാരിറ്റിയായിട്ടാണ് അവൾ ബന്ധപ്പെട്ടിട്ടുള്ളത്? താങ്കൾ അത് തെളിവ് സഹിതം പറയണം. സബ്സ്ക്രിപ്ഷൻ ചാനൽ നടത്തുന്ന അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം. ആ തനിക്കെന്തോ? താങ്കളോട് വീട്ടിൽ വന്ന് പറഞ്ഞു ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അതിനകത്തൊരു സബ്സ്ക്രൈബർ ആവാൻ വന്ന് പറഞ്ഞു? ഇല്ലല്ലോ. ആലോചിച്ച് നോക്കണം. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്, വളരെ കൃത്യമായിട്ട് ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. ഈ സബ്സ്ക്രിപ്ഷൻ നടത്തി തുണി ഉരിഞ്ഞ് കാണിക്കാൻ ന്യൂഡായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് ചാനലുണ്ട്. ആ ചാനലിനെതിരെ പ്രതികരിക്കും. രേണുസുതിക്ക് എനിക്ക് ചെയ്യാനും രേണുസുതിക്ക് മാത്രം എന്ത് ഇത്ര ഫ്രഷ് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും മറ്റുള്ള ചാനലിൽ ഓരോരുത്തരുടെ സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്നതിന്റെ ഒരു അംശം ഒരു രേണുസുതി കാണിക്കുന്നില്ല. താനൊക്കെ പറയുമ്പോഴോ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന അതിനെക്കാട്ടി മോശം ചെയ്യുന്നവരുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് വന്ന് പറയുവാണെങ്കിൽ കേൾക്കാൻ ഒരു അന്തസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ സാധാരണ ആൾക്കാരോട് കൂടുതലൊന്നും ഞാൻ വളരെ കുറച്ച് വീഡിയോകൾ മാത്രമേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ അങ്ങ് കയറി വരും. കാരണം ഈ പരദൂഷണം ഉണ്ടല്ലോ, പരദൂഷണം പറയുകയും ഒരാളെ ഈ സമൂഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ നെഗറ്റീവ് പറയാൻ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങ് സബ്സ്ക്രിപ്ഷൻ കയറും. ആരും പറയണ്ട, ചെയ്യുന്നു പറയണ്ട, നെഗറ്റീവ് അടിച്ചാൽ മതി, അപ്പോഴേ സബ്സ്ക്രിപ്ഷൻ കയറിക്കോളും. മേടിച്ച് തിന്നെ. മാന്യമായ രീതിയിൽ സത്യമായ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക. എങ്കിൽ താങ്കൾക്ക് സത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയണം. താൻ ഈ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞതൊന്നും സത്യമല്ല, മനസ്സിലായ? ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല. അതാ നല്ലത്. കൂടുതൽ പണയാതിരിക്കുന്നതാണ് നല്ലത്. സത്യസന്ധതയുടെ മുഖംമൂടി അണിഞ്ഞു വന്നിരിക്കുന്ന ഒരു മാലാഖൻ. ഇപ്പൊ ഒരു വീട്ടിലെ ഒരാൾക്ക് അസുഖം വന്നു നോക്കുക, ഇവരിങ്ങനെ കൈയും കാലും കാണിച്ച് ഈ കഴിക്കുന്ന ലൈനുകളൊക്കെ എടുത്ത് അടിച്ച് കൈയും കാര്യം ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വീട്ടിൽ ഇതേ അസുഖമുള്ള ഒരാള് രോഗം കൊണ്ട് മൂർച്ഛിച്ച് വേദന കൊണ്ട് കിടക്കുന്നു. അതന്നെ നിന്റെ പകുതി ഭാരവും വെയിറ്റുള്ള അവള് കണ്ടില്ലേ വന്ന് പിന്നെ യൂട്യൂബിൽ കിടന്ന് അവൾ എന്താ നിറഞ്ഞാടുകയായിരുന്നു. പിന്നെ നിരക്കുന്ന ഒരു അസുഖം അടിയെന്നായിരിക്കും വീട്ടുകാർ ചോദിക്കാൻ പോകുന്നത്. കാരണം പല വീടുകളിലും ഇങ്ങനെ സംഭവിക്കാം. അതെ, അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് കണ്ടാൽ മതി. കാരണം ഒരു ക്യാൻസർ വന്ന ഒരു പേഷ്യന്റ് ഏത് സമയം അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ അവശ്യ നിലയിൽ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കണം എന്ന് ആരാണ് താങ്കളോട് പറഞ്ഞിരിക്കുന്നത്? ആരാ പറഞ്ഞിരിക്കുന്നത്? മനസ്സിനകത്തൊരു ധൈര്യവും ജീവിക്കണം എന്നുള്ളൊരു ഉറപ്പും ഉണ്ടെങ്കിൽ എത്ര മനോവേദനയായാലും എത്ര വേദനയും സഹിച്ച് ആ ജീവിതത്തിന് പൊരുതി മുന്നോട്ട് വരാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഒന്നോ രണ്ടോ ഇത് വരുമ്പോഴത്തേക്ക് അങ്ങ് തളർന്നു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവിടെ അവസാനിച്ചു എന്നാണ് അർത്ഥം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ ക്യാൻസർ പേഷ്യന്റുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് നല്ല ധൈര്യവും ശക്തിയും കൊടുക്കണം. കാരണം നമുക്ക് ജീവിക്കണം. ആ ഒരൊറ്റ ടാർഗറ്റോട് കൂടി ഈ അസുഖത്തെ നേരിട്ടാൽ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ഈ അസുഖത്തിൽ നിന്ന് മുക്തി നേടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷമായിട്ട് ഏറെ നാൾ ജീവിക്കാൻ സാധിക്കും. ഈ പറയുന്ന കണക്ക് എനിക്ക് ക്യാൻസർ ആണ്, അയ്യോ എനിക്ക് വയ്യ, ഒരു കീമോ വെച്ചപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ഡൗൺ ആയാൽ ഒരിക്കലും നമുക്ക് ഈ അസുഖത്തിനെതിരെ പൊരുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അസുഖത്തിനടുത്ത് തിരിച്ച് പൊരുതിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. പറഞ്ഞു മനസ്സിലായ? അതുകൊണ്ട് അത് കണ്ട് അവൾ കാണിക്കുന്ന കണ്ട് അതുകൊണ്ട് എനിക്കെന്താ അങ്ങനെയല്ല ചിന്തിക്കണം. ഇതൊക്കെ വെറും വിഡ്ഢിത്തരമായ ഒരു ഉപദേശങ്ങളാണ് ഈ ചാനലുകാർ ഇപ്പൊ ഈ ഇദ്ദേഹം തന്നിരിക്കുന്നത്. വളരെ ബുദ്ധിമോശമായ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. മനസ്സിലായ? പിന്നെ ഇതല്ലാതെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരെ ഒരു വിശദമായ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്.
ബില്ലിനെ കുറിച്ച്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് ബില്ലിനെ കുറിച്ച്. അത് വളരെ വ്യക്തമായിട്ട് കണ്ട് സത്യസന്ധമായിട്ട് അരിച്ചു പെറുക്കി നോക്കുന്ന ആൾ എന്തുകൊണ്ട് ആ ബില്ല് കയ്യിൽ കിട്ടിയപ്പോൾ കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയില്ല? ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം. പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുപുറത്ത് അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിട്ടു എന്ന് മനസ്സിലാക്കണം. അതിന്റെ നമ്പർ SHRC നമ്പർ 10-257-CR/2006 എന്നാണ്. 10-257-CR/2026 ഫയൽ മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ബില്ലിൽ ഒരിടത്തും പേഷ്യന്റിന്റെ പേര് വരാതെയാണ് ആ വീഡിയോ എടുത്ത ഇവരുടെ സഹോദരി ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ എടുത്ത ആൾ കൃത്യമായി ആ ഭാഗം വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ അതാ പറഞ്ഞത്, താൻ ഈ സോണ ഗ്ലാസ് കണ്ണി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാണേണ്ട പോലെ കാണാം. അതോ കണ്ടിട്ടും കാണണ്ട എന്ന് പറഞ്ഞിട്ടാണോ താങ്കളെ കൊണ്ട് ഈ വീഡിയോ ഇടിച്ചത്? അറിയാമേരാഞ്ഞിട്ട് ചോദിക്കുക. എന്ത് കാര്യങ്ങളും സത്യസന്ധമായിട്ട് നോക്കിയിട്ട് എന്ത് കാര്യങ്ങളും സത്യസന്ധമായിട്ട് ചെയ്യുന്നെന്ന് പണഞ്ഞിട്ട് ഈ ഒരു ബില്ലിന്റെ കോപ്പി താൻ്റെ കയ്യിൽ കിട്ടി കാണുമല്ലോ. അതൊന്ന് സൂം ചെയ്ത് പേഷ്യന്റിന്റെ പേര്, ഡേറ്റ്, അതിന്റെ എമൗണ്ട് എല്ലാം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഈ നാണകരുടെ ആവശ്യമല്ലോ ഉണ്ടായിരുന്നു സേട്ടാ. ഞാൻ അറിയാൻ പറ്റുകൊണ്ട് ചോദിക്കുകയാണ് സേട്ടാ. അപ്പൊ ആ ബില്ലിന് അത് രേഷ്മ പി തങ്കച്ചൻ എന്ന് വെണ്ടയ്ക്ക ആശുപത്രിയിൽ കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ കാണിച്ചു തരട്ടെ സേട്ടാ. രേണുസുതിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് മുഴുവനായിട്ട് ഞാൻ വിട്ടുതരാം. നീ അവിടെ നിന്ന് മുഴുവനായിട്ട് പറ. ഞങ്ങൾക്ക് മുഴുവനായിട്ട് കേൾക്കണ്ടേ? ഞങ്ങൾ മുഴുവനും കേട്ടതാ. അപ്പോൾ പൊന്ന് കണ്ണാടിച്ചേട്ടാ, ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായല്ലോ. അതെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് എടുത്തു ചാടി അങ്ങ് വരരുത്. ആ ബില്ല് അങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ബില്ല് അതിനകത്തോട്ട് അതിനകത്ത് അവരുടെ ലൈസൻസ് നമ്പർ, അതായത് ഈ മരുന്ന് സെൽ ചെയ്യാനുള്ള അവർക്ക് കിട്ടിയിട്ടുള്ള ലൈസൻസ് വർഷം അതിലുണ്ട്. അതാണ് 2001. രേണുസുതി മെഡിസിൻ വാങ്ങിയത് 9/7/2026. ഓക്കെ. പിന്നുള്ളത് എന്താന്ന് വെച്ചാൽ ഈ പേഷ്യന്റ് നെയിം രേഷ്മ പി തങ്കച്ചൻ എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കണ്ണാടി സോഡാ ഗ്ലാസ് കണ്ണാടി ഇട്ടിട്ടും അത് ചേട്ടൻ കണ്ടില്ല. സത്യത്തിന് വേണ്ടി വാദിക്കുന്ന ചേട്ടൻ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പണയുണ്ടായിരുന്ന. അപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഇത്രയെങ്കിലും അങ്ങേർക്ക് കൊടുക്കണ്ടേ? ഇത്രയെങ്കിലും മറുപടി പറയണ്ടേ? വേണോ? അപ്പോൾ ഇങ്ങനെ ഓരോ പുതിയ കുമിളകളെ മുളച്ചു വരുന്നത് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ മുളപ്പിച്ചുകൊണ്ട് വരുന്നതാണ് കേട്ടോ. മനസ്സിലാക്കിക്കോണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെയൊക്കെ അവസാനം ഇതിൻ്റെയൊക്കെ നല്ല രീതിക്കുള്ള തിരിച്ചടി ഓരോന്നായിട്ട് വരാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാം ഈ സോഷ്യൽ മീഡിയയിൽ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആ ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അതിന് വരുന്ന ഹൈപ്പ് ബട്ടനും കൂടി ഒന്ന് ഞെക്കിയേക്കണേ. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതല്ല ഇത് ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.